ഹായ് എവരി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മാർക്കറ്റ് 200 പോയിന്റിന്റെ ഒരു മാസീവ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെയാണ് തുടങ്ങിയത്. ആ സമയത്ത് നമ്മൾ ബ്രന്റ് ക്രൂഡിന്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ $101 പെർ ബാരൽ എന്ന ലെവലിലെത്തിയിരുന്നു. എന്നാൽ ആഫ്റ്റർനൂൺ നമ്മൾ കാണുന്നത് ബ്രന്റ് ക്രൂഡിന്റെ റേറ്റ് താഴ്ന്നുകൊണ്ട് 96-98 എന്ന റേഞ്ചിലേക്ക് വന്നതായിട്ടും കാണാം. അപ്പോൾ മാർക്കറ്റിനെ വലിയൊരു ക്രാഷിൽ നിന്നും രക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഈ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ബ്രന്റ് ക്രൂഡിന്റെ ഈ ഒരു ഡ്രോപ്പാണ്. അതുകൂടാതെ താഴ്ന്ന ലെവലുകളിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് നടത്തിയ വാല്യൂ ബൈങ് അതും മാർക്കറ്റിനെ ആ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതായിട്ട് കാണാം. ഇപ്പോൾ നല്ലൊരു റിക്കവറി മാർക്കറ്റ് നടത്തിയെങ്കിലും തുടർച്ചയായ 5ാം ട്രേഡിംഗ് ഡേയിലും മാർക്കറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ചയിൽ മാത്രം നിഫ്റ്റി ഏകദേശം 2.3% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇപ്പോഴും പോസിറ്റീവാണ്. കാരണം അവിടെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. അതിനൊരു കാരണമായിട്ട് കാണുന്നത് മൈക്രോ ക്യാപ്പ് ഇൻഡെക്സ് മാത്രമാണ് ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ പോസിറ്റീവിൽ കാണുന്നത്. അവിടെ നല്ല തോതിലുള്ള ഒരു ബൈങ് മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിനെ ഒരുവിധം താങ്ങി നിർത്തിയത് IT സ്റ്റോക്കുകളും അതേപോലെ PSU ബാങ്ക് സ്റ്റോക്കുകളും മീഡിയ സ്റ്റോക്കുകളുമാണ്. അപ്പോൾ ഈ സെക്ടറുകളൊക്കെ പോസിറ്റീവ് ആയപ്പോൾ ഓട്ടോ സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അതുപോലെ മെറ്റൽ റിയാലിറ്റി സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഈ ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്പൈക്ക് കാരണം ഇന്ത്യൻ റുപ്പിയും വലിയ തോതിൽ വീക്കായിരുന്നു. മോർണിംഗിൽ ഇന്ത്യൻ റുപ്പി $1 97 എന്ന ലെവലിലേക്ക് തകരുകയുണ്ടായി. എങ്കിലും പിന്നീട് ഒരു റിക്കവറി നടന്നുകൊണ്ട് 96 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ റുപ്പിയുടെ വീക്ക്നെസ് ഈ രീതിയിൽ തുടരുന്നത് FII ഔട്ട്ഫ്ലോസിന് വലിയൊരു കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റ് ഉണ്ടായ ഒരു റിക്കവറിക്ക് ഒരു കാരണമായിട്ട് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഔദ്യോഗിക സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചിട്ടില്ലെങ്കിലും ആ ഒരു പിരിമുറുക്കം കുറക്കാനുള്ള ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തർ, ഇറാഖ്, പാകിസ്ഥാൻ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ അവർ നൽകിയിട്ടുള്ള നയതന്ത്ര നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉടൻ നിർത്തിവെച്ചുകൊണ്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ചൈനയും 11ഓളം ഏഷ്യൻ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെൻറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സൈനിക ആക്രമണങ്ങൾ തുടരുമ്പോഴും നയതന്ത്രപരമായ വഴികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കില്ലെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാൻ കൂടുതൽ സമ്മർദ്ദത്തിന് വാങ്ങേണ്ടതുണ്ടെന്നും ഇന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും യുദ്ധം ദീർഘകാലത്തേക്ക് നീട്ടാൻ താല്പര്യമില്ലെന്നും ഉചിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ചർച്ചയുടെ ഡോർ ഓപ്പണായിട്ട് തന്നെ ഉണ്ടാകുമെന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കാണാം. ഇതുകൂടാതെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുറ്ററസ് ഇരു കക്ഷികളുമായും ഒരു നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട്. അവർ റെഡ് സീ സ്ട്രൈറ്റും അതുപോലെ ഹോർമസ് സ്ട്രൈറ്റും അതുവഴിയുള്ള ആ ഒരു ഷിപ്പ് മൂവ്മെൻറ്റ് പുനഃസ്ഥാപിക്കാൻ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് UN ആവശ്യപ്പെട്ടതായിട്ടും കാണാം. ചുരുക്കത്തിൽ പുറമെ ശക്തമായ സൈനിക നീക്കങ്ങളും തിരിച്ചടികളും നടക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയുള്ള നയതന്ത്ര ചർച്ചകളും ഫോൺ വഴിയുള്ള ആശയവിനിമയങ്ങളും അണിയറയിലും സജീവമാണ്. എങ്കിൽ ഈ ഷിപ്പ് മൂവ്മെൻറ്റ് നോർമലൈസ് ചെയ്യപ്പെടാതെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നോക്കുകയാണുന്നത്. ഇതുകൂടാതെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന US ട്രഷറി ബോണ്ട് ഈൽഡ് അത് അതിൻ്റെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയതായിട്ട് കാണാം. ഇപ്പോൾ 4.71 എന്ന റേഞ്ചിലാണ് ഈ 10 years ട്രഷറി ബോണ്ട് ഈൽഡ് അമേരിക്കയിൽ ഉയർന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ അത് ഓൾ ടൈം ഹൈ അല്ല. കാരണം 1981 15.84 എന്ന ലെവലിൽ വരെ ഈ ട്രഷറി ബോണ്ട് ഈൽഡ് ഉയർന്നിരുന്നു. അപ്പോൾ 1981 അന്ന് അമേരിക്കയിലുണ്ടായ അതിരൂക്ഷമായ ഇൻഫ്ലേഷൻ അതിനെ നിയന്ത്രിക്കാൻ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് വലിയ തോതിൽ ഉയർത്തിയപ്പോഴാണ് അന്ന് ഈ ബോണ്ട് ഈൽഡ് 15% മുകളിലേക്ക് പോയത്. ഇപ്പോൾ ആവറേജ് ഈ 10 year ബോണ്ട് ഈൽഡ് അതിൻ്റെ ഒരു ശരാശരി റിട്ടേൺ 4.25% ആണ്. അപ്പോൾ നിലവിലിപ്പോൾ അത് ആ ഒരു ലെവലിന് മുകളിലേക്കാണുള്ളത്, 4.7 എന്ന ലെവലിലേക്കാണ്. എന്നാൽ ഇന്ന് സെക്കൻഡ് ഹാഫിൽ ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്നപ്പോൾ ഈ ബോണ്ട് ഈൽഡ് ചെറിയ തോതിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. എങ്കിലും ഉയർന്നു നിൽക്കുന്ന ഈ ബോണ്ട് ഈൽഡ് FIIസിൻ്റെ ഔട്ട്ഫ്ലോയ്ക്ക് കാരണമാവും. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവാണ്. ഇതുകൂടാതെ ഇന്ന് വന്നിട്ടുള്ള ഇന്ത്യൻ IT ജയൻ്റായിട്ടുള്ള ഇൻഫോസിസിൻ്റെ Q1 റിസൾട്ട്, ആ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മോശമല്ലാത്ത റിസൾട്ടാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് 12% നെറ്റ് പ്രോഫിറ്റ് വളർച്ച ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മാത്രമാണ് ഇടിവുണ്ടായിട്ടുള്ളത്. കൂടാതെ ഇൻഫോസിസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്നുള്ള ആ ഒരു വരുമാനം 8.2% ആയിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫോസിസിൻ്റെ AI പ്ലാറ്റ്ഫോമായിട്ടുള്ള ടോപ്പാസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്കും AI ടൂളുകൾക്കും വൻ പിന്തുണയാണ് ഗ്ലോബൽ ലെവലിൽ കിട്ടുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കൂടാതെ കമ്പനിയുടെ പുതിയ CEO ആയിട്ട് ആശിഷ് കുമാർ ഡാഷ്
സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഫോസിസിൽ ഏകദേശം 30 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള മുതിർന്ന ഒരു എക്സിക്യൂട്ടീവാണ് ആശിഷ് കുമാർ ഡാഷ്. അപ്പോൾ ഇദ്ദേഹത്തെ പുതിയ CEO ആയിട്ട് നിയമിക്കാൻ ഇൻഫോസിൻ്റെ ബോർഡ് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള CEO ആയിട്ടുള്ള സലിൽ പരേഖിൻ്റെ കാലാവധി 2027 ഏപ്രിൽ 1 അവസാനിക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇദ്ദേഹം പുതിയ CEO ആയിട്ട് അവരോധിക്കപ്പെടും. അപ്പോൾ ഇൻഫോസിസിൻ്റെ ബിസിനസ് അടിത്തറ നന്നായിട്ടുണ്ടെങ്കിലും കമ്പനി തങ്ങളുടെ അടുത്ത സാമ്പത്തിക വളർച്ചാ ലക്ഷ്യം അല്പം കുറച്ചതാണ് മാർക്കറ്റ് അതിനോട് നെഗറ്റീവായിട്ട് ഇന്ന് പ്രതികരിച്ചതെന്ന് കാണാം. അപ്പോൾ ഇൻഫോസിസ് വലിയ തോതിൽ ഇടിയാതിരിക്കാനുള്ള ഒരു കാരണം ഓൾറെഡി വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടാകുമെന്ന് മാർക്കറ്റ് കണക്കുകൂട്ടിയതുകൊണ്ട് അത് പ്രൈസ് ഡിന്നായ ഒരവസ്ഥയായതുകൊണ്ടാണ് വലിയ ക്രാഷ് നമ്മൾ ഇൻഫോസിൽ കാണുന്നത്. അപ്പോൾ ഇൻഫോസിസിൻ്റെ ആ ഒരു പ്ലാനുകളിലും ഭാവി വളർച്ചയിലും ജാഗ്രത പുലർത്താൻ പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജുകൾ നിർബന്ധിതരായിട്ടുണ്ട്. കാരണം JP മോർഗൻ, ജെഫ്രീസ്, നുവാമ തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് കുറച്ചതായിട്ട് കാണാം. എങ്കിലും ഇൻഫോസിസിൻ്റെ റിസൾട്ട് മറ്റ് IT സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് HCL ടെക്, വിപ്രോ, കോഫോജ്, പെർസിസ്റ്റന്റ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇൻഫോസിസിൻ്റെ ഈ AI മേഖലയിലുള്ള വളർച്ച ഈ സ്റ്റോക്കുകളിലും അത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള ഒരു സ്പെക്കുലേഷൻ മാർക്കറ്റിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് IT സ്റ്റോക്കുകളാണ്. ഇതുപോലെ ഇന്ന് ഡൊമസ്റ്റിക്കലായിട്ട് വന്നിട്ടുള്ള ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ HSBCയുടെ ഫ്ലാഷ് ഇന്ത്യ PMI റിപ്പോർട്ടാണ്. അതായത് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇത് കോമ്പോസിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അതായത് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലും സർവീസ് സെഗ്മെൻറ്റും യോജിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇപ്പോൾ ജൂണിലെ 57.1 എന്ന ആ ഒരു ഡാറ്റ ഈ ജൂലൈയിൽ 54.3 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ്. എങ്കിലും 50 മുകളിൽ PMI ഡാറ്റ നിൽക്കുന്നത് വളർച്ചയുടെ സൂചന തന്നെയാണ്. എങ്കിലും ആ വേഗത കുറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് സർവീസ് മേഖലയിലാണ് കാര്യമായ ഇടിവുണ്ടായിട്ടുള്ളത്. 57 എന്ന ലെവലിൽ നിന്ന് 53 അത് കൂപ്പുകുത്തിയിട്ടുള്ളത്. അതുപോലെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് 57 നിന്ന് 56 ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസും അതുപോലെ തന്നെ പുതിയ ഡൊമസ്റ്റിക് ഓർഡറുകളുടെ ആ ഒരു ലഭ്യതക്കുറവുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇടിവിന് കാരണമായിട്ടുണ്ട്. കൂടാതെ ഈ റോ മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായിട്ടുള്ള വർധനവ്, അതുകൊണ്ട് ഇൻപുട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ കൂടിയത് ഇത്തരത്തിലുള്ള ഒരു ഇടിവിന് കാരണമായിട്ടുണ്ട്. എന്നാൽ എക്സ്പോർട്ട് ഓർഡേഴ്സ് വർദ്ധിച്ചതായിട്ടും കൂടുതലായിട്ടുള്ള പുതിയ ന്യൂ എക്സ്പോർട്ട് ഓർഡറുകൾ കമ്പനികൾക്ക് ലഭിച്ചതായിട്ടും ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ എംപ്ലോയ്മെൻറ്റ് റേറ്റും കുറച്ച് മെച്ചപ്പെട്ടതായിട്ടും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ആ ഒരു സാമ്പത്തിക രംഗം താൽക്കാലികമായിട്ടൊരു മന്ദഗതിയിലാണ് എന്നാണ് ഈ PMI ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ചെറിയ ചേഞ്ച് ഈ മാസം വന്നതായിട്ട് കാണാം. കാരണം ജൂലൈ മാസത്തിൽ ഇതുവരെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 24,500 കോടിയുടെ ഒരു ബൈങ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2025 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ബൈങ് ട്രെൻഡാണിത്. അപ്പോൾ മുൻ മാസങ്ങളിൽ വൻതോതിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിരുന്ന DIAs നിലവിൽ തങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ താൽക്കാലികമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം അവർ പ്രൈമറി മാർക്കറ്റിൽ കൂടുതൽ സജീവമാകേണ്ടത്. കാരണം ഈ പ്രൈമറി മാർക്കറ്റിൽ പുതിയ IPOകളും പുതിയ സ്റ്റോക്കുകളും ഒക്കെ എത്തുന്നുണ്ട്. ഫണ്ട് മാനേജേഴ്സ് തങ്ങളുടെ പക്കലുള്ള ക്യാപിറ്റൽ വലിയൊരു ഭാഗം സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് നേരിട്ട് സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് പകരം പ്രൈമറി മാർക്കറ്റിൽ പോയി ബൾക്ക് ഓർഡറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസുകളിൽ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് പ്രതിഫലിക്കുകയില്ല. കൂടാതെ ഈ Q1 ഏർണിങ്സ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജേഴ്സ് വലിയ തോതിലുള്ള കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ എടുക്കുന്നത്. കാരണം വിവിധ മേഖലകളിലെ കമ്പനികളുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റിയും അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് സാധ്യതകളും വിലയിരുത്തിയ ശേഷം മാത്രം സെക്കൻഡറി മാർക്കറ്റിൽ കൂടുതൽ ബൈങ് നടത്താനുള്ള ഒരു തീരുമാനമാണ് DIAസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഉയർന്ന നിലവാരത്തിൽ തന്നെ തുടരുന്നതിനാൽ താൽക്കാലികമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിങ് തുടരുമ്പോഴും നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ വാങ്ങൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി വരുന്ന SIP വഴിയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ശക്തമായി തുടരുന്നതിനാൽ DIAസിൻ്റെ ലിക്വിഡിറ്റിക്ക് ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്രൈമറി മാർക്കറ്റിലുള്ള ആ ഒരു ട്രെൻഡ് ശമിക്കുന്നതോടെ DIAs വീണ്ടും സെക്കൻഡറി മാർക്കറ്റിലേക്ക് ശക്തമായി തിരിച്ചെത്തുമെന്നാണ് പൊതുവെ മാർക്കറ്റ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇന്ന് നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള CG പവർ ഇൻഡസ്ട്രിയൽ പവർ സൊല്യൂഷൻസിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ചിട്ട് 15 മുതൽ 16% വരെ വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ റവന്യൂവിലും 14% വരെയുള്ള ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഓർഡർ ബുക്ക് ഉയർന്ന വളർച്ചയോടെ 45% എന്ന ലെവലിൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും ഇന്ന് ഈ സ്റ്റോക്ക് ഇടിവാണ് രേഖപ്പെടുത്തിയെന്ന് കാണാം. കാരണം ഈ ലാഭത്തിലും വരുമാനത്തിലും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും
കമ്പനിയുടെ റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ രീതിയിൽ കുറയാൻ കാരണം. നമുക്കറിയാം ഈ CG പവർ എന്ന് പറയുന്നത് 107 എന്നുള്ള PE റേഷ്യോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത്രമാത്രം എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിനോടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ ഒരു 20-ൽ താഴെ ഈ പ്രോഫിറ്റ് ഗ്രോത്തും അതുപോലെ സെയിൽസ് ഗ്രോത്തും വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഹൈ വാല്യൂഷനുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതാണ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടും ഒരു ഇടിവ് നമുക്ക് ആ സ്റ്റോക്കിൽ കാണുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇടിവ് താൽക്കാലികമാണ്. കാരണം വിലക്കയറ്റവും മൊത്തം ഉൽപ്പാദന ചെലവിൽ വന്ന വർധനവും സ്റ്റോക്കിൻ്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും CG പവറിൻ്റെ ബിസിനസ് ഔട്ട്ലുക്ക് വളരെ ബ്രൈറ്റ് ആണ്. അടുത്ത ക്വാർട്ടറുകളിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു എക്സ്പെക്റ്റേഷൻ ബീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ പുട്ട് കോൾ റേഷ്യോ ഇപ്പോഴും 1-ൽ താഴെ നിൽക്കുകയാണ്. എന്നാൽ അത് ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. 0.83 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഓവർ സോൾഡ് സോണിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 23,900 ലെവൽ വരെ ഒരു ബൗൺസ് ബാക്കിൻ്റെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹയസ്റ്റ് പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000. അതിനിടയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.